നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം എല്ലാ താരങ്ങളോടും നന്ദി പറയുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടാൻ എനിക്ക് അവസരം തന്നവരാണ് ഈ താരങ്ങൾ. അവരോട് എനിക്ക് നന്ദി പറയണം. കാർലോ അഞ്ചലോട്ടി സംസാരിക്കുകയാണ്. കഴിഞ്ഞ കളി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിനോട് തോറ്റവർ പുറത്തായി. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. ഒരു പക്ഷേ ആഞ്ചലോട്ടി അധികം വൈകാതെ തെറിച്ചേക്കുമെന്ന വാർത്തകളും വരുന്നു. അതിനിടക്കാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞത് എനിക്ക് എല്ലാവരോടും നന്ദി പറയണമെന്ന്. പക്ഷെ അത് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകുമെന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. നാളെ ലലീഗയിൽ അവർക്ക് കളിയുണ്ട്. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 കളിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, താരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്ക് പറയാനുള്ളൊരു കാര്യം, താരങ്ങളോടൊക്കെ എനിക്ക് ചെയ്യാനും പറയാനുള്ള കാര്യം അവരോട് എനിക്ക് നന്ദി പറയണം. അവരാണ് വളരെ ഗ്രേറ്റായി എനിക്കിവിടെ തന്നത്. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലെയേഴ്സാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് എനിക്ക് 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടാൻ സഹായിച്ചത്. പിന്നെ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ്. വിജയം മാത്രമല്ല, എല്ലാ കളികളും നമുക്ക് വിജയിക്കാൻ പറ്റില്ലല്ലോ. ചാമ്പ്യൻസ് ലീഗ് മാത്രമാണോ കാര്യമെന്ന് ചോദിച്ചാൽ ശരിയാണ്. ചാമ്പ്യൻസ് ലീഗാണ് ഈ ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂർണമെൻറ്റും കിരീടവും ഒക്കെ. പക്ഷേ കോപ്പ ഫൈനലും ഇമ്പോർട്ടൻ്റ് ആണ്, ലാലിഗയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. പിന്നെ ഈ പരാജയത്തിൻ്റെ ഘട്ടത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞൊരു ഡെക്കേഡിനിടയ്ക്ക് 30 കിരീടങ്ങൾ ചൂടിയ ക്ലബിനെ പലരും ചോദ്യം ചെയ്തു വരുന്നു. അത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ആഞ്ചലോട്ടി പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.